Hello friends, welcome to the channel. We will unboxing a wireless mic camera smartphone actually. A premium mic Hollyland brand. Box actually a case dual mic set. നമ്മുടെ കേസ് എന്ന് പറയുമ്പോൾ നമുക്ക് ആ കേസിലിട്ട് വെച്ചാൽ ഓട്ടോമാറ്റിക് ചാർജ് ആയിക്കോളും. അതതിൻ്റെ ബെനിഫിറ്റ് വരുന്നത്. പിന്നെ ഭയങ്കര സ്ലിമ്മാണ്, ചെറുതാണ്, 1 year വാറണ്ടി വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇതിൽ ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ ഉണ്ട്. അതാണ് അതിൻ്റെ പ്രത്യേക വേറെ ബെനിഫിറ്റ് വരുന്നത്. ആക്ച്വലി നമുക്ക് ആമസോണിലൊക്കെ അവൈലബിൾ ആണ്. നമ്മുടെ ഡ്യുവൽ രണ്ട് എന്താ പറയുക മൈക്കുള്ളതിന് നമുക്ക് 12,000 രൂപയാണ് വരുന്നത്. സിംഗിൾ മൈക്കുള്ളതിന് 6,000 വരുന്നുണ്ട്. അപ്പോൾ സിംഗിൾ മൈക്ക് വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ കേസ് കിട്ടില്ല കേട്ടോ. അതാണ് അതിൻ്റെ ഒരു മേജർ ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത്. പക്ഷേ കേസാണ് അതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ നമുക്ക് ഈസി ആയിട്ട് പവർ ബാങ്ക് പോലെ ചാർജ് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മുടെ TWS ഒക്കെ ഇല്ല, അതേ സെയിം കൺസെപ്റ്റ് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ബോക്സും കാര്യങ്ങളൊക്കെയാണ് വന്നേക്കുന്നത്. ഇതിൽ നമുക്ക് ഹിയർ ക്ലിയർ സ്മാർട്ട് NC എന്ന് പറഞ്ഞൊരു ടെക്നോളജി ഒരു യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പോർട്ടബിൾ ചാർജിങ് കേസ് വരുന്നുണ്ട്. ലൈറ്റ് ആൻഡ് കോമ്പാക്റ്റ് ആണ്. അതുപോലെ HD ഓഡിയോ 4K Hz 16-bit ഒക്കെയാണ് ഇതിൻ്റെ ട്രാൻസ്മിഷൻ റേറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഡിജിറ്റൽ വയർലെസ് മൈക്രോഫോൺ ആണ്. 2.4 GHz വർക്ക് ചെയ്യുന്ന സംഭവമാണ്. പ്രൈസും ഡീറ്റെയിൽസ് ഒന്നും ആക്ച്വലി ഒരു ബോക്സിൽ കൊടുത്തിട്ടില്ല. ഇമ്പോർട്ടഡ് ഇൻ യൂറോപ്പ് ഒക്കെയാണ് കേട്ടത്. 1 year വാറണ്ടി വരുന്നുണ്ട്. ഇതിൻ്റെ മോഡൽ നെയിം വരുന്നത് ഹോളിലാൻഡ് ലാർക്ക് M1 എന്നാണ് അതിൻ്റെ പേര് വരുന്നത് കേട്ടോ. അപ്പോൾ ഇത് സീൽഡ് ബോക്സ് ആണ്. USA കാരണം സംഭവങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അൺബോക്സിങ് കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ പുതിയ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഒക്കെ മറക്കണ്ട. ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും നമ്മൾ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചാനൽ പേജ് നമ്മൾ ആമസോണിൽ പറഞ്ഞാൽ ചെക്ക് കൊടുക്കാൻ മറക്കണ്ട കേട്ടോ. പിന്നെ എന്തെങ്കിലും സംശയം കാര്യങ്ങളൊക്കെ എന്നെ കമൻറ്റ് ചെയ്യുക. നമ്മളെല്ലാ കമൻറ്റും കൊടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ സിൻഗോൻ്റെ മൈക്കാണ്. ഇതിന് ഓൾമോസ്റ്റ് ആ റേറ്റ് ഒക്കെ നമുക്ക് വന്നിട്ടുണ്ട്. പക്ഷേ ഇതിനെ വെച്ച് ഇത് കമ്പയർ ചെയ്യുമ്പോൾ ആക്ച്വലി നമ്മുടെ റോഡ് മൈക്കില്ലേ അതേ സെയിം ഡയമെൻഷൻസും സൈസും കാര്യങ്ങളൊക്കെയാണ്. അത് അത്യാവശ്യം ഹെവിയും കൂടിയാണ്. അപ്പോൾ ഞാനത് എടുത്ത് കാണിക്കുകയാണെങ്കിൽ നമ്മുടെ ഷട്ടിൽ കുത്തിക്കുകയാണെങ്കിൽ അത്യാവശ്യം ഷർട്ട് ലൂസൊക്കെ ആണെങ്കിൽ ഇത് തൂങ്ങിക്കും. അങ്ങനെ കുറേ കുഴപ്പങ്ങളൊക്കെ ഉണ്ട് ഇതിൻ്റെ. അത്യാവശ്യം ബൾക്കിയാണിത്, അത്യാവശ്യം സൈസും ഉണ്ട് കണ്ടു. അപ്പോൾ ഇതാവുമ്പോൾ ഇത് ഭയങ്കര സ്ലിമ്മാണ് നമ്മുടെ. അപ്പോൾ ഞാൻ മൈക്ക് കൊണ്ടുപോകുമ്പോൾ സ്ലിമ്മാണ്, അതുകൊണ്ടാണ് അതിൻ്റെ മെയിൻ ഒരു അട്രാക്ഷൻ വരുന്നത്. അതുപോലെ തന്നെ ബാറ്ററി ബാക്കപ്പ് ഭയങ്കരമായിട്ട് കിട്ടും. ഇതിന് ബാറ്ററി ബാക്കപ്പ് കുറവാണ് ഇതിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. ഇതിന് നമുക്ക് ആക്ച്വലി ഒരു 8 hour നമുക്ക് നമ്മുടെ ട്രാൻസ്മിറ്ററിന് കിട്ടും. അതുപോലെ തന്നെ ചാർജിങ് കേസും കൂടിയ വയ്ക്കുമ്പോൾ നമുക്ക് 20 മണിക്കൂറിന് മുകളിൽ കിട്ടും. അതാണെങ്കിൽ ഇതിൻ്റെ ഒരു പ്രത്യേകത കാര്യങ്ങളൊക്കെ വരുന്നത്. ലൈറ്റ് വെയിറ്റ് ആണ് എൻ്റെ മെയിൻ അട്രാക്ഷൻ. അതുപോലെ തന്നെ ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ. ഇതിൽ നമുക്ക് നോയ്സ് ക്യാൻസലേഷൻ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. നോർമൽ ചെറുതായിട്ടുള്ള എന്താ പറയുക നമ്മുടെ സാധാരണ നമ്മൾ എന്താ പറയുക ഇയർബഡും കാര്യങ്ങളൊക്കെ വാങ്ങിക്കുമ്പോൾ ഉള്ള പാസീവ് നോയ്സ് ക്യാൻസലേഷൻ മാത്രമേ ഇതിലുള്ളൂ. ഇതിൽ പക്ഷേ നല്ലൊരു ഡെഡിക്കേഷൻ ബട്ടണും ഉണ്ട് നമുക്ക് നോയ്സ് ക്യാൻസലേഷൻ ചെയ്യാനുള്ളത്. ബാക്കിയെല്ലാം ഓൾമോസ്റ്റ് ഇതിലുള്ള ഫീച്ചേഴ്സൊക്കെ തന്നെ. ഇതിൽ നമുക്ക് മ്യൂട്ട് ചെയ്യാം, സൗണ്ട് കൂട്ടാം, അതുപോലെ തന്നെ Type-C ചാർജിങ് ആണ്. ഇതിൽ നമുക്ക് കേസ് വരുന്നുണ്ട്, അതാണ് സ്പെഷ്യാലിറ്റി. അപ്പോൾ എന്തായാലും അതിൻ്റെ അൺബോക്സിംഗ് പോകട്ടെ. ഇതാണ് നമ്മുടെ ഹോളിലാൻഡിൻ്റെ മൈക്കിൻ്റെ ബോക്സ് വരുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ജസ്റ്റ് ഒന്ന് ബോക്സ് പരിചയപ്പെടാം. ഞാൻ ചെറുതായിട്ടൊന്ന് സൂം ചെയ്യാം. അപ്പോൾ നമുക്ക് മുകളിൽ ഹോളിലാൻഡിൻ്റെ ബ്രാൻഡിങ് വന്നിട്ടുണ്ട്, പടം കൊടുത്തിട്ടുണ്ട്. ലാർക്ക് M1 എന്ന് പറഞ്ഞ മോഡൽ നെയിം ചെയ്തിട്ടുണ്ട്. ഡിജിറ്റൽ വയർലെസ് മൈക്രോഫോൺ 2.4 GHz വർക്ക് ചെയ്യുന്നതിന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. പോർട്ടബിൾ ചാർജിങ് കേസ്, ലൈറ്റ് കോമ്പാക്റ്റ് HD ഓഡിയോ. ഈ സൈഡിലായിട്ട് ഹോളി വ്യൂ എന്ന് പറഞ്ഞാൽ അവരുടെ മോഡൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, സീരിയൽ നമ്പറും സംഭവങ്ങളൊക്കെ. പിന്നെ USA അവരുടെ നമ്പേഴ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അത് അധികം കാണിക്കുന്നില്ല. അപ്പോൾ നമുക്കിവിടെ സീലുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ സീല് പൊട്ടിക്കട്ടെ. ഇത് ആമസോണിലൊക്കെ അവൈലബിൾ ആണ്. ഞാൻ അതിൻ്റെ ബെസ്റ്റ് ബൈ ലിങ്ക് കൊടുക്കാം കേട്ടോ ആമസോണിൽ. ഇപ്പോൾ ബെസ്റ്റ് ഡീലാണ്. ശരിക്കും ഇത് ആക്ച്വലി സെല് ചെയ്യുന്നത് 17 something രൂപീസിനൊക്കെയാണ് നമുക്ക് 2 മൈക്കിൽ. നമുക്ക് ആമസോണിൽ ഇപ്പോൾ 12,000, 11,999, 11,500 ആ റേഞ്ചിലൊക്കെ നമുക്കിപ്പോൾ അവൈലബിൾ ആണ് കേട്ടോ. ലിമിറ്റഡ് സ്റ്റോക്കുകളൊക്കെ ഉള്ളൂ. അപ്പോൾ നിങ്ങളൊരു മൈക്ക് നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ സാധനമാണ്. നോയ്സ് ക്യാൻസലേഷൻ അങ്ങനെയൊക്കെ സംഭവം ഇടിയോട്ട് നോയ്സ് ക്യാൻസലേഷനൊക്കെ ഉള്ളതാണെന്ന് പറയുന്നുണ്ട്. എന്തായാലും നമുക്കെന്തായാലും ഞാൻ ട്രക്ക് ചെയ്ത് ലൈവായിട്ട് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ ഉപയോഗിക്കുന്ന സൗണ്ട് ഒക്കെ എങ്ങനെയുണ്ടെന്നൊന്നും പറയാം. നമ്മൾ സിൻഗോൻ്റെ മൈക്ക് ഉപയോഗിക്കണം കേട്ടോ. ഞാനത് ഓപ്പൺ ചെയ്യട്ടെ. അപ്പോൾ ഞാൻ അതിൻ്റെ പാക്കേജ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഓ കട്ടായില്ല, ഇത് നല്ല ടൈപ്പ് പാക്കേജിങ് കേട്ടോ. അയ്യോ കീറല്ലേ. നമ്മൾ ബോക്സൊക്കെ അതേപോലെ എടുത്ത് വയ്ക്കാറുള്ളതാണ്. ചെറുതായിട്ട് കൂടെ കീറി പോട്ടെ. അതിൻ്റെ ഉള്ളിൽ നമുക്കൊരു പൗച്ച് വരുന്നുണ്ട്, അത്രേ ഉള്ളൂ. പൗച്ചിൻ്റെ ഉള്ളിലാണ് എല്ലാ സംഭവങ്ങളും. ഇതാണ് ആ പൗച്ച്. ഞാൻ ചെറുതായിട്ടൊന്ന് സൂം ചെയ്യാം. ഉണ്ടോ പൗച്ച്? സൂപ്പർ പൗച്ചാണ് കേട്ടോ. ഹോളിലാൻഡിൻ്റെ ഗ്രേ കളറ്, നല്ല ക്വാളിറ്റി. നിലത്ത് വീണാലൊന്നും പറ്റില്ല. ഇപ്പോൾ നമുക്ക് തുറക്കാം. കിടൂ, നമുക്ക് ഡെഡ് കാറ്റ് വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ എന്താ പറയുക മൈക്കിൻ്റെ കേസ് വരുന്നത്.
ഇങ്ങനത്തെ ഒരു ഗ്രീൻ കളർ ബ്ലാക്ക് കളർ സംഭവത്തിലാണ് നമുക്കിത് എടുക്കാം. ഇത് കൊള്ളാട്ടോ, നല്ല ലൈറ്റ് വെയിറ്റ് ആണ്, നല്ല ഹാർഡ് പ്ലാസ്റ്റിക് ആണ്, നല്ല ക്വാളിറ്റി തോന്നുന്നുണ്ട്, പ്രീമിയം ക്വാളിറ്റി തോന്നുന്നുണ്ട്. ഹോളിലാൻഡ് മാർക്കിൻ്റെ ഒരു ഹോളിലാൻഡിൻ്റെ ഒരു ബ്രാൻഡിങ് വന്നിട്ടുണ്ട്. ഇവിടെ ചെറിയ ഡിസൈനിങ് ഉള്ള കഴിഞ്ഞിട്ടാ. ബാക്ക് സൈഡിൽ നമുക്ക് ഒരു അതിൻ്റെ സംഭവങ്ങൾ അടിയിൽ ടൈപ്പ് സി പോർട്ട് ഉണ്ട്, ഒരു ലൈറ്റ് ഇൻഡിക്കേറ്റർ ഉണ്ട്. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഇൻഡിക്കേഷൻ കത്തും. ഇപ്പോൾ ഓൾറെഡി 4 ചാർജ് 4 ചാർജ് ഉണ്ടെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഓപ്പൺ എടുത്തു കഴിഞ്ഞാൽ തന്നെ അപ്പോൾ തന്നെ കണക്ട് ആവട്ടെ. അപ്പോൾ നമുക്ക് സെപ്പറേറ്റ് വേറെ പെയറിങ് കാര്യങ്ങളൊന്നും ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഹോളിലാൻഡ് ടെക്നോളജി നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഉള്ളിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി നമുക്കുള്ള ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയുണ്ടെന്ന് നോക്കിയാൽ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് കുറേ ടൈപ്പ് സി പോർട്ട് വന്നിട്ടുണ്ട്. USB to ടൈപ്പ് സി പോർട്ട് നമുക്ക് ചാർജ് ചെയ്യാം. നമുക്ക് ആവശ്യമില്ല, കേസ് മാത്രമേ ചാർജ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. കേസും ചാർജ് ചെയ്താൽ കേസ് ചാർജ് ചെയ്യുന്നത് തന്നെയാണത്. പിന്നെ നമുക്ക് വന്നേക്കുന്നത് TRRSും TRSും കേബിളാണ്. നമുക്ക് മൊബൈലിൽ കണക്ട് ചെയ്യാനും കമ്പ്യൂട്ടറിൽ കണക്ട് ചെയ്യാനും ക്യാമറയിൽ കണക്ട് ചെയ്യാനൊക്കെ ഉപയോഗിക്കാനുള്ള കേബിൾസ്, നല്ല ക്വാളിറ്റി നല്ല എലാസ്റ്റിക് പോലത്തെ കേബിൾസ് നമുക്ക് വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഒരെണ്ണം TRS to TRRSും ഇത് TRRS to TRS ആയിരിക്കും. അപ്പോൾ രണ്ടെണ്ണം നമുക്ക് വന്നിട്ട് നല്ല ക്വാളിറ്റിയാണ്, ഗോൾഡ് പ്ലേറ്റിംഗ് ഉള്ളതാണ് കേട്ടോ. നല്ല ക്വാളിറ്റി പ്രൊഡക്ട്സ് തന്നെയാണ് വരിക. പിന്നെ നമുക്ക് എന്താ ഇതിലൊരു ബുക്ക്ലെറ്റ് ഉണ്ട്, എന്താ സംഭവം നോക്കിയാൽ. ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡാണ് സംഭവം. എന്തൊക്കെയാണ് നോക്കി നോക്കാം. വി ആർ ഹിയർ ഫോർ യു ഒരു കാർഡ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ സൂം ഔട്ട് ചെയ്യേണ്ടി വരും. ആഫ്റ്റർ സെയിൽസ് കാർഡാണത്. ഹോളിലാൻഡ് പ്രൊഡക്ട്സ് യൂസർ ഗ്രൂപ്പ്, അവരുടെ വെബ്സൈറ്റ് പേരാണ് www.hollylandtech.com ആണ്. ലെറ്റ്സ് ഗെറ്റ് ഇൻ ടച്ച് എന്നൊരു സംഭവം കൊടുത്തിട്ടുണ്ട്. അവരുടെ ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡ്. പിന്നെന്തൊക്കെയാണ്, യൂസർ മാനുവൽ, ഒരു ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡാണ് അതിലുള്ളത് കേട്ടോ. ഇതൊക്കെയാണ് 2 ഐറ്റംസ് നമുക്ക് നമ്മുടെ ബോക്സിൽ അവൈലബിൾ ആയിട്ടുള്ളത്. സിൻകോൻ്റെ ഒരു പാക്കേജിങ് ആയുള്ള നമ്മൾ വെച്ച് കമ്പയർ, നമ്മൾ കുറച്ച് കാലം മുമ്പ് ഒരു കൊല്ലമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ സിൻകോ വാങ്ങിച്ചിട്ട് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഭയങ്കര ക്വാളിറ്റി കൂടുതലാണ് അവരുടെ പാക്കേജിങ് കേട്ടോ. അത് എടുത്ത് പറഞ്ഞാൽ രക്ഷയില്ല. അപ്പോൾ എന്തായാലും നമുക്ക് മൈക്കിലേക്ക് പോവാം. ഇതിൻ്റെ ഈ സാധനം കൊള്ളാം. ഇത് സിൻകോനും ഉണ്ട് ആക്ച്വലി ഈ ഇങ്ങനത്തെ ഒരു ടൈപ്പ് പൗച്ച്. അതാണ് ഇത് കണ്ടോ, അത് പക്ഷേ വലുതാണ്, പക്ഷേ അതിൻ്റെ ഇത്ര സെറ്റപ്പ് ഒന്നും ഇല്ലത്. ഇത് പക്ഷേ നല്ല ഒരു പ്രീമിയം, കണ്ട ഒരു ഒടുക്കത്തെ ക്വാളിറ്റി തോന്നുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ കേസിലേക്ക് പോവാം. ഭയങ്കര ചെറുതാണ്, അതാണ് അതിൻ്റെ സ്പെഷ്യാലിറ്റി വരുന്നത്. അപ്പോൾ നമുക്ക് 2 ട്രാൻസ്മിറ്ററും ഒരു റിസീവറായിട്ടുള്ള മോഡലാണ്. അപ്പോൾ എടുക്കുമ്പോൾ തന്നെ കണ്ടു ലൈറ്റ് കത്തി. ബ്ലൂ ആണെന്ന് പറഞ്ഞാൽ അതിന് കുറേ ഇൻഡിക്കേഷൻ ലൈറ്റ്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ യെല്ലോ ബട്ടണാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ആക്റ്റീവ് ക്യാൻസ് നോസ് ക്യാൻസേഴ്സ് ഉള്ളത്. പിന്നെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് പവർ ഓൺ ഓഫ് ചെയ്യാനുള്ള ഉപയോഗിക്കുന്ന സ്വിച്ചും കൊടുത്തിട്ടുണ്ട്. മുകളിലാണ് സംഭവം വരുന്നത്. അപ്പോൾ അതിൻ്റെ ആ പോർട്ടൊക്കെ അവർ കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ എടുത്തിട്ട് വേണം നമുക്കതിൽ വെക്കാൻ. അപ്പോൾ ട്രാൻസ്മിറ്റർ ഇതാണ്. അപ്പോൾ ട്രാൻസ്മിറ്റർ എടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് കണക്റ്റ് ആവട്ടാം. കണക്റ്റ് ആയി കഴിഞ്ഞാൽ ബ്ലിങ്കിങ് നിർക്കുന്നുണ്ടോ. അപ്പോൾ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു സെപ്പറേറ്റ് ഒരു ടൈപ്പ് സി പോർട്ട് വന്നിട്ടുണ്ട്. പിന്നെ നമുക്കൊരു ഇയർ പോർട്ട് വന്നിട്ടുണ്ട്. ഒരു പവർ ഓൺ ഓഫ് ബട്ടൺ വന്നിട്ടുണ്ട്. വോളിയം അപ്പ് ആൻഡ് ഡൗൺ ബട്ടൺ വന്നിട്ടുണ്ട്. മോഡ് ബട്ടണും വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ക്ലിപ്പ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ക്ലിപ്പാണ്. അപ്പോൾ നമുക്ക് ഈ സാധനമൊക്കെ എടുത്ത് കളയണം. ഇതൊക്കെ എടുത്ത് കളഞ്ഞിട്ട് വേണം അതിൽ വെച്ചാലാണ് ഇത് ചാർജ് ആവുള്ളൂ. അപ്പോൾ എടുത്ത് ഞാൻ വെച്ചു. ഇതിൻ്റെ എടുക്കട്ടെ. ഓക്കെ, ഇതിൻ്റെയും എടുത്തു. ഓക്കെ ഓക്കെ അപ്പോൾ ചാർജിങ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ മുകളിലായിട്ട് അത് കണ്ടു, വേണമെങ്കിൽ സൂം ചെയ്യാം. കണ്ടോ മുകളിൽ ലൈറ്റ് ബ്ലിങ്കിങ് ഉണ്ട്. ബ്ലിങ്കിങ് എന്ന് പറഞ്ഞാൽ ചാർജിങ് ആണ് കേട്ടോ. അതാണ് അതിൻ്റെ അർത്ഥം. ബ്ലിങ്ക് ആയില്ലെങ്കിൽ അത് സ്റ്റഡി ആയിട്ട് നിൽക്കും. അപ്പോൾ എന്തായാലും നമുക്കിത് കുറച്ചൊന്ന് ചാർജ് ആയിക്കോട്ടെ, ഒന്ന് നമുക്ക് തിരിച്ചു വരാം. അപ്പോൾ നമ്മൾ നമ്മുടെ ഹോളിലാൻഡിൻ്റെ മൈക്ക് ടെസ്റ്റ് ചെയ്യാൻ പോകണം. ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് സിൻകോൻ്റെ മൈക്കാണ്. അപ്പോൾ നമ്മൾ ഇനി ചേഞ്ച് ചെയ്യാൻ പോകാനുണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ ക്വാളിറ്റി ഡിഫറൻസ് നിങ്ങൾക്ക് കേൾക്കുമ്പോൾ എന്തെങ്കിലും ഉണ്ടോയെന്ന് അറിയാം. ഇതിൽ ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ മോഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഫാനും കാര്യങ്ങളൊക്കെ ഇടുന്ന ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് അപ്പോൾ നമ്മളിപ്പോൾ മാറിയിട്ടുണ്ട്, ഹോളിലാൻഡിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ മൈക്ക് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് സൗണ്ട് കേൾക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എനിക്ക് നമ്മുടെ ക്യാമറ സ്ക്രീനിൽ ഇവിടെ കാണാം നമ്മുടെ കറക്റ്റ് വോയിസ് വരുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് ബാക്കിലേക്ക് പോയി നോക്കുകയാണ്. അപ്പോൾ ഇത് നമുക്ക് വലിയ ക്വാളിറ്റി ടെസ്റ്റിങ്ങിന് ആവശ്യമില്ല. എന്ന് വെച്ചാൽ നല്ല ക്വാളിറ്റി മൈക്സാണ് ഹോളിലാൻഡിൻ്റെ. അപ്പോൾ അത്യാവശ്യം നല്ല പ്രീമിയം പ്രൊഡക്ട്സാണ് അവരുടെ പ്രൊഡക്ട്സുകളൊക്കെ. അത്യാവശ്യം നല്ല പ്രൈസും ഉണ്ട്. അപ്പോൾ നല്ല ക്വാളിറ്റി. ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്ന് വെച്ചാൽ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. നമ്മൾ നേരത്തെ യൂസ് ചെയ്യുന്നതിൻ്റെ ഞാൻ കമ്പയർ ചെയ്ത് കാണിച്ചു തന്നു കഴിഞ്ഞാൽ ഇതാണ് നമ്മൾ നേരത്തെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നേരത്തെ യൂസ് ചെയ്യുന്നതിൻ്റെ കുഴപ്പം എന്താ വെച്ചാൽ നമ്മൾ അത്യാവശ്യം നല്ല ടൈറ്റ് ഡ്രസ്സോ അല്ലെങ്കിൽ ഷർട്ടോ കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ഇത് തൂങ്ങിക്കെടുക്കുമേ. അപ്പോൾ ഇതിന് ആ പ്രശ്നം വരില്ല. അതായത് നമുക്ക് വേണമെങ്കിൽ പോക്കറ്റിൽ വേണമെങ്കിൽ കുത്തി വയ്ക്കാം. അങ്ങനത്തെ ഇഷ്യമാണ്. ലൈറ്റ് വെയിറ്റ് ആണ് ഭയങ്കര. അപ്പോൾ ഇതാണ് കണ്ടു സൈസ് ഡിഫറൻസ് കണ്ടു. ഇത് നമ്മുടെ റോഡിൻ്റെ അതേ സൈസ് വരുന്ന ആണ് സിൻകോൻ്റെ. അപ്പോൾ അതിൻ്റെ ഒരു ഡിഫറൻസ് ഉണ്ട്. ഞാനിപ്പോൾ
അതുപോലെ തന്നെ ഇതിൽ നമുക്ക് സൗണ്ട് കൂട്ടാൻ പറ്റും. നമ്മുടെ എന്താ പറയുക റിസീവറിൽ നമുക്ക് സൗണ്ട് കൂട്ടാൻ പറ്റും കേട്ടോ. അപ്പോൾ നമുക്ക് സൗണ്ട് കൂട്ടാനുള്ള ബട്ടൺ ഉണ്ട്. അപ്പോൾ ഞാനത് പ്രസ് ചെയ്ത് കാണിച്ചു തരാം. സൗണ്ട് കൂട്ടുകയാണെങ്കിൽ നമുക്ക് സൗണ്ട് കൂടും, സൗണ്ട് കുറയ്ക്കുക, അങ്ങനെയൊക്കെ പറ്റും കേട്ടോ. അപ്പോൾ അതിന് നമുക്കവിടെ മുകളിൽ കാണിക്കും. പിന്നെ ഇതിൻ്റെ ഒരു നെഗറ്റീവ് എനിക്ക് തോന്നിയത് ഇതിൽ ഡിസ്പ്ലേയും കാര്യങ്ങളൊന്നും ഇല്ല, അങ്ങനെ ഒരു കുഴപ്പം എനിക്ക് തോന്നി. ബാക്കി കിട്ടും സംഭവം കേട്ടോ. നമുക്ക് അടുത്ത് നമുക്ക് ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ നോക്കി നോക്കാം. അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഒരു ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ്റെ ഫീച്ചർ എങ്ങനെയുണ്ടെന്ന് നോക്കി നോക്കാം. ഞാൻ ആക്ച്വലി നമ്മൾ ഉപയോഗിക്കുന്ന ഇവർ തന്നേക്കുന്ന കേബിൾ അല്ല കേട്ടോ, നമ്മുടെ പഴയ കേബിളായിരുന്നു ഉപയോഗിച്ചിട്ടുണ്ടെന്ന്. നമ്മൾ ഓൾറെഡി പഴയ കേബിൾ നമ്മൾ കണക്ടർ ആയതുകൊണ്ട് ഞാൻ വേറെ ഉപയോഗിച്ചില്ല. ഇത് നമ്മുടെ ഫോണിൻ്റെയാണ്, TRS to TRS ഫോണിൻ്റെ അവർ തന്നേക്കുന്നത്. പിന്നെ ക്യാമറയുടെ വരെ ഈ ചെറിയത് ഭയങ്കര കോമ്പാക്റ്റ് ഉണ്ട്. അവരൊക്കെ സാധനം പോലെ തന്നെ ഭയങ്കര കോമ്പാക്റ്റാണ്. നമ്മുടെ സിങ്കോൻ്റെ ഒക്കെ ഭയങ്കര സൈസാണ്. അപ്പോൾ ഞാൻ ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ അമർത്താം. ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ അമർത്തി കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഈ ബ്ലൂ ലൈറ്റ് ഉള്ളത് ഗ്രീൻ ഔട്ടാണ്. അപ്പോൾ ഞാൻ അതിന് മുമ്പ് ഇപ്പോൾ ഞാൻ നമ്മുടെ ഫാന് കുറച്ചിട്ടിട്ടേക്കണേ. അപ്പോൾ ഞാൻ ഫാൻ ഫുൾ സ്പീഡിലിടാം. നമ്മുടെ 𝗏𝗡𝗏 ഫാനാണ്. അത് ഹൈ സ്പീഡിലിട്ട് കഴിഞ്ഞാൽ ഭയങ്കര സൗണ്ടാണ്. സൗണ്ടല്ല, ഭയങ്കര കാറ്റാണ്. അപ്പോൾ പ്രത്യേകിച്ച് റൂമൊക്കെ അടച്ചിട്ടേക്കുന്നതുകൊണ്ട് ഭയങ്കര സൗണ്ട് വരും കേട്ടോ. അപ്പോൾ ഞാൻ ഫുൾ ഓൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല നോയ്സും കാര്യങ്ങളൊക്കെ കേൾക്കുന്നതെന്ന് വിചാരിക്കുന്നു. നല്ല നോയ്സ് കേൾക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് ബാക്കിൽ കട്ടണൊക്കെ കടന്ന് കാണാം. അപ്പോൾ ഞാൻ ഇനി നമ്മുടെ ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ ഓണാക്കാൻ പോവാണ് കേട്ടോ. ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ ഞാൻ ഓണാക്കിയിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ എന്നൊന്ന് പറയാം കേട്ടോ. നമ്മളിപ്പോൾ ഇതിൽ ഗ്രീൻ ആയിട്ടുണ്ടല്ലോ. അപ്പോൾ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടെങ്കിൽ പറയാം. അത്യാവശ്യം നോയ്സ് ക്യാൻസലേഷൻ ഉണ്ട്. ഇതൊക്കെയാണ് ഞാൻ അറിഞ്ഞത്. നമ്മുടെ എന്താ പറയുക ഇവരുടെ റിവ്യൂവും കാര്യങ്ങളൊക്കെ നോക്കിയപ്പോൾ അത്യാവശ്യം നോയ്സ് ക്യാൻസലേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് അറിഞ്ഞത്. അത്യാവശ്യം കുറേ സൗണ്ടും കാര്യങ്ങളൊക്കെ കട്ടാവുന്നുണ്ടെന്ന് അറിഞ്ഞത്. ഓവറോൾ എനിക്ക് ഇതിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ എന്തായാലും റെക്കമെൻഡ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് തന്നെയാണ്. പ്രത്യേകിച്ച് ഇത്ര ലൈറ്റ് വെയ്റ്റും പ്രത്യേകിച്ച് പിന്നെ ഡ്യുവൽ മൈക്ക് നമുക്ക് ഈ പ്രൈസിന് കിട്ടുന്നതും. എന്താ വെച്ചാൽ ഞാൻ ഒരു സിംഗിൾ മൈക്ക് സിംഗിൾ റിസീവറിനാണ് 12,000 കൊടുത്ത് അന്ന് വാങ്ങിച്ചത്. ഇപ്പോൾ അതാണെങ്കിൽ പ്രൈസ് കൂടിയിട്ടുണ്ട്. അപ്പോൾ ഈ ടൈമിൽ എന്തായാലും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന പ്രൊഡക്റ്റ് ആയിരിക്കും ഹോളിലാൻഡ് മൈക്ക് കിട്ടും. അപ്പോൾ എന്തായാലും ഞാൻ അതിൻ്റെ ബെസ്റ്റ് ബൈ ലിങ്ക് താഴെ അത്യാവശ്യമുള്ളവർക്ക് താഴെ പോയി വേണമെങ്കിൽ വാങ്ങിക്കാം. ഡയറക്റ്റ് ആമസോണിൽ വാങ്ങിക്കാം. 2 ഡെലിവറിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. അടുത്ത വീഡിയോ കാണാം. ബൈ.